ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഞാനിവിടെ വന്നിട്ടുള്ളത് റാഗിയിൽ നിന്ന് എങ്ങനെയാണ് ഉമ്മി നീക്കം ചെയ്ത റാഗി നൈസ് പൗഡർ ഉണ്ടാക്കുക എന്നുള്ളതെന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്ക് കുറച്ച് കോറയാണ് വേണ്ടത്. അതൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് നമുക്ക് വെക്കാം. ഇതപ്പോൾ കോറ വെള്ളത്തിലിട്ട് കണ്ട് കുതിരാൻ 15 മിനിറ്റ് ഇത്ര വേണ്ടുള്ളൂ. 15 മിനിറ്റ് കഴിയട്ടതിന് ശേഷം അപ്പോൾ അതാ നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ മേലെ വരുന്ന പാറ നിൽക്കുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ട് കളഞ്ഞിട്ട് നമുക്ക് ഇറച്ചിയിൽ ഒരു 15 മിനിറ്റ് നേരം വെള്ളം വാർത്താൻ വെക്കാം. നന്നായിട്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കത് അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് എടുത്തിട്ട് പൊടിക്കാം. ഞാനിത് വീട്ടിൽ പാക്കറ്റ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ വേണ്ടവർക്ക് കമൻറ്റിൽ കൂടി അറിയിച്ചാൽ ഞാൻ വീട്ടിലെത്തിച്ച് തരും. ഞാൻ തുടങ്ങിയിട്ട് 6 മാസമായി. വേണ്ടവരുണ്ടെങ്കിൽ പറയും. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ഉമ്മില്ലാത്ത റാഗി പൗഡർ കൊണ്ട് നമുക്ക് എല്ലാതും ഉണ്ടാക്കാം. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്നു അതെല്ലാം നമുക്ക് റാഗി പൗഡർ വെച്ചെങ്ങാണ്ട് ഉണ്ടാക്കാം. പിന്നെ പ്രഷറും ഷുഗറും ഉള്ള ആളുകൾക്കൊക്കെ ഇത് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എല്ലാ വീടുകൾക്കും ആവശ്യമുള്ള ഓർഡർ അനുസരിച്ച് ഞാനിത് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണ്ട നമുക്കൊരു കോട്ടൻ്റെ ചെറിയൊരു കഷ്ണം തുണിയാണ്. അതിൽ നന്നായിട്ട് പരത്തി നമുക്ക് ഫാനിൻ്റെ ചുവട്ടിൽ 15 മിനിറ്റ് ഇതിട്ട് വെക്കാം. അതിന് വെള്ളം ശരിക്ക് പാർന്ന് പോരാൻ വേണ്ടിയിട്ടാണ് ഇതാട്ടോ. അപ്പോൾ നമ്മളെ റാഗി ഇതേപോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങാൻ പാടില്ല. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കതിൽ ഉമ്മിപ്പെടും. ഇത്ര പരുവേ പറ്റുള്ളൂ. ചെറിയൊരു പുതിൽ വേണം എന്നാലുള്ളൂ. നമുക്കിത് പൊടിച്ചെടുക്കാം. നമ്മുടെ ജാറിത ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇതിലത്തെ റാഗി ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതാ നമ്മുടെ സീൽ വെച്ച് നമുക്കതിന് കറക്കിയെടുക്കുക. ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യുന്നതാണ്. നല്ലോണം നൈസ് പൊടിയാകാൻ പാടില്ല. ഇന്ന് നമുക്ക് അതിന് ഉമ്മി പോരൂല. പാകത്തിന് പൊടിച്ചിട്ട് ഇനി അത് നമുക്ക് ഒരു കോട്ടൻ്റെ തുണി വെച്ച് അത് അരിച്ചെടുക്കാം. അതേ ഞാൻ മുഴുവനായിട്ടും നമ്മുടെ റാഗി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ പുറത്തേക്ക് ചെയ്യാൻ മില്ലിൽ പോയിട്ടാണ് ഞാനത് പൊടിച്ച് കൊണ്ടുവരൽ. നമുക്കിനി ഒരു കോട്ടൻ്റെ തുണി ഒരു പാത്രത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ട് നമുക്കത് തരിച്ചെടുക്കാം. സലഡിൽ തിരിച്ചാൽ നമുക്ക് ഉമ്മി വരും. ഉമ്മി ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ പെട്ടാൽ കുഞ്ഞുങ്ങൾക്കൊന്നും. നമുക്കൊരു തുണിയിൽ തരിച്ചെടുക്കാം. ഇത്ര പോകുന്നൊരു ചെമ്പ് വേണം നമുക്ക്. എന്നാലുള്ള തുണി നേരെ അതിൻ്റെ മേലെ കെട്ടി വെച്ച് നമുക്ക് ഇത് കെട്ടി വെക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് സാധനം നമ്മൾ കെട്ടുക. മുഴുവനായിട്ടും കെട്ടിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇങ്ങനെ മുഴുവനും കെട്ടി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിൻ്റെ മേലേക്ക് ഈ പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഇതിന് മുമ്പ് ഞാൻ കുറച്ച് വീഡിയോ ചെയ്തിരുന്നു. അത് എന്തോ ഒരു കാരണവശാൽ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ
ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ പാത്രം പിടിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിലുള്ള പൊടി ആ താഴെ ചെമ്പിലേക്ക് വീഴും. അപ്പോൾ നല്ല നൈസ് പൊടിയാക്കാരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, ഷുഗർ പേഷ്യൻറ്റിന് കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കുക, ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുക, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. നമ്മളെ ഉമ്മി ഇതാ ഇതേപോലെ കാരം കിട്ടുക. ഒരു പൊട്ട് ഉമ്മി നമ്മളെ പൊടിയിലുണ്ടാവില്ല. ഈ മുഴുവനും തിരിച്ചിട്ട് ഞാൻ പൊടി കാണിച്ച് തരാം. ഹലോ, ഇതാ നമ്മുടെ ഉമ്മിയൊക്കെ ഫുള്ള് തിരിച്ചുകൊണ്ട് ഇത്ര കിട്ടിയിട്ടുണ്ട്. ഇത്ര ഉമ്മ ഉണ്ടാവും. ഇതാ ഒരു ഉമ്മയാണിത്. 1/2 കിലോ കോറ പൊടിച്ചാൽ എന്തായാലും ഒരു 250 ഗ്രാം പൊടി ഉള്ള കിട്ടുക. നല്ല റിസ്ക് ഉണ്ട്. എന്തായാലും കുട്ടികൾക്കൊക്കെ ഏത് നേരം ഇങ്ങനെ അരക്കണ്ടല്ലോ മിക്സിയിലെടുത്തെങ്ങാണ്ട്. ഇത് ഒരു ടിന്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടീസ്പൂൺ എടുത്തെങ്ങാണ്ട് കുഞ്ഞുങ്ങൾക്ക് ആ സമയത്ത് വരെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല നൈസ് പൊടി ഇതാ. ഇതിലൊരു ഉമ്മയോ പാരോ ഒന്നുമില്ല. കുഞ്ഞുങ്ങൾക്കും ആർക്കും ഏത് അസുഖക്കാർക്കും കൊടുക്കുക. നല്ല പൊടിയാണ്. പക്ഷേ നല്ല റിസ്ക് എടുക്കണം. റിസ്ക് എടുത്തെങ്കിലുള്ളൂ നമുക്ക് നമ്മളെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു മായം ചേർക്കാത്ത പൊടിയാണ്. ഇങ്ങനെ ഉണ്ടാക്കുക പൊടി. നമുക്ക് ഇതൊന്നിഞ്ഞ് വറുത്തെടുക്കാം. നമുക്ക് ഇത് വറുത്തെടുക്കാം. ജോലിക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, പെട്ടെന്ന് 4 മണിക്ക് വൈകിട്ട് വന്ന് കുട്ടികൾക്കൊക്കെ മിക്സിയിലെടുത്ത് അരച്ച് കുറുക്കുണ്ടാക്കാനൊക്കെ അവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടും. മാസങ്ങൾ ഒരു 6 മാസം വരെ പൊടിക്കൊരു കേടും ഇല്ലാതെ സൂക്ഷിച്ചുകൊണ്ടൊരു കണ്ടെയ്നറിൽ വെച്ച് അടച്ച് വെച്ചാൽ മതി. അതാ നമ്മളെ പൊടി വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഇതാ ഇങ്ങനത്തെ ഒരു കവറിലാക്കി സൂക്ഷിച്ച് വെക്കാം. കവറിലാക്കട്ടെ. നമ്മളെ പൊടി ഞാനൊരു കവറിലാക്കിയിട്ടുണ്ട്. അത്രയും പൊടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല നൈസ് പൊടിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്. താങ്ക് യു.